അന്ന് മറ്റേ സ്നൈപ്പർ സ്നൈപ്പർ അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ ഇടുവായിരുന്നു കേട്ടാ. അങ്ങനെ സ്നൈപ്പറിൻ്റെ കൂടെ കളിക്കും. അപ്പോൾ അവൻ ഇടയ്ക്ക് റെയ്ഡ് അന്ന് എത്ര എന്താ ചെറിയ 1K സബ്സ്ക്രൈബർ എനിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് 1K സബ്സ്ക്രൈബർ എനിക്ക് ആ ചാനലാകുന്ന അവൻ റെയ്ഡ് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്നിട്ട് പിന്നെ അവിടുന്ന് കേരളയിലെ ആ ഒരു ലൈനപ്പിൽ നിന്ന് മാറിയിട്ട് MRC വന്നു. MRC വന്നിട്ട് നമ്മൾ ബൂട്ട് ക്യാമ്പിൽ കോമ്പറ്റീറ്റീവ് പക്ക, അവിടെ ഫുഡ് എല്ലാം സെറ്റായിരുന്നല്ലോ. അങ്ങനെ ഭയങ്കര കോമ്പറ്റീറ്റീവ് പ്രശ്നമായിരുന്നു അവിടെ കട. അങ്ങനെയാണ് ഒരു ദിവസം എനിക്ക് ഡിവൈസ് വരാനിരിക്കുന്ന, എനിക്ക് എൻ്റെ കൊച്ചിയിൽ എൻ്റെ ഡിവൈസ് വന്ന് കേട്ടാ. അപ്പം കേരളയിലുള്ളപ്പം അവർ എന്ന ഡിവൈസ് നമ്മൾ തിരിച്ചു കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ ഗോകുവിന്റെ ഡിവൈസിലാണ് ഞാൻ കളിക്കണത്. ഗോകു എണീക്കുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ രാവിലെ എണീക്കും. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഗോകു ഉറങ്ങുമായിരിക്കും. ഗോകുവിന്റെ പാസ്വേഡൊക്കെ എനിക്ക് ഞാൻ അയച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അന്ന് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ടൈമായിരുന്നല്ലോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ അന്നൊക്കെ എന്നെ സെറ്റ് ചെയ്യണം. അന്നൊന്നും TDMൽ എന്നെ ആരും നോപ്പിച്ചിട്ടൊന്നുമില്ല. നമുക്കറിയാവുന്ന ഒരു ഇത് വെച്ച് TDMലൊന്നും ഈ ഐഫോണൊക്കെ ഇട്ട് കളിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം അന്ന് എന്നായിരുന്നു ഗോകുവിന്റെ XR ആയിരുന്നു. അപ്പം അന്ന് എന്നെ അങ്ങനെ ആരും തോപ്പിക്കത്തൊന്നുമില്ല. അന്ന് ഭയങ്കര തലയ്ക്ക് പിടിച്ചിരിക്കുന്ന TDM ഇത് അന്ന് കണ്ട് എന്നിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, സീനായിരുന്നു. എന്നിട്ട് എനിക്ക് ഗോകുവിന്റെ ഡിവൈസ് കളിക്കുന്നുണ്ട്. ഒരു പരിധി ഉണ്ടല്ലോ, ഗോകുവിന് ആവശ്യമില്ല കൊടുക്കണമല്ലോ. സ്ക്രിംസ് കളിക്കുമ്പോഴായാലും അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഗോകുവിന് മാറി ഡിവൈസ് ഒക്കെ കൊടുക്കണം. എന്നിട്ട് എൻ്റെ ഡിവൈസിൻ്റെ കാര്യം എല്ലാം സെറ്റായി. ഡിവൈസ് കണ്ട് കൊച്ചി വന്ന് 2 ദിവസം കണ്ട് കഴിഞ്ഞാണെന്ന് തോന്നുന്നു വരുന്നെന്ന് തോന്നുന്നുണ്ട്. കൊച്ചി തന്നെയാണ് ബൂട്ട് ക്യാമ്പ്, വന്നാൽ 2 ദിവസം കഴിഞ്ഞാണ്ടാ വരുന്നത് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാൻ ആകണേ.